ചിന്തയുടെ ആഷാഢം കഴിഞ്ഞ് ആവണിയും കഴിഞ്ഞ് നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. നിങ്ങളോട് പറയാതെ ചോദിക്കും, ചോദിക്കാതെ നിങ്ങളോട് പറയും. നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ, നമ്മൾ എന്ത് ഉൾക്കൊള്ളുന്നുവോ അത് നിങ്ങൾ അല്ലെങ്കിൽ നമ്മളായി മാറും എന്നല്ലേ. നമ്മുടെയൊക്കെ ജീവശ്വാസം ഈ ദേഹം വിട്ടൊഴിയുന്നത് വരെ നമ്മൾ ജീവിച്ചേ മതിയാകും. അത് എങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ കൈകളിലാണ്. മൗനമായി മന്ദഹസിക്കാം, ശാന്തമാകാം, സ്വസ്ഥമാകാം, ഉള്ളറിഞ്ഞ് ഉറക്കെ ചിരിക്കാം. സാധാരണ മനസ്സ് നിറങ്ങളുടെ മനസ്സ് എന്നാണല്ലോ. മനസ്സിനെ മനസ്സിലാക്കുന്ന, മനസ്സിനെ അറിയുന്ന മനസ്സ് വേണം. സന്തോഷം വിട്ടുപോകുമ്പോൾ, സുഖവും സമാധാനവും നഷ്ടമാകുമ്പോൾ വാവിട്ട് കരയുന്നു ചിലർ. എന്നാൽ ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ വൈകാരികമായൊരു ശ്വാസമുട്ടൽ അവർ അനുഭവിക്കുന്നുണ്ടാവും. ഉള്ളകങ്ങളെ ഉള്ളിൻ്റെ ആഴങ്ങളിൽ വൈകാരികമായി തൊടാൻ തുടങ്ങുമ്പോൾ, കയ്യിലൊതുങ്ങാത്ത ചിന്തകളുടെ കെട്ടുകൾ അഴിയുമ്പോൾ നമ്മൾ കൂടുവിട്ട് പറക്കാൻ തുടങ്ങും. യാത്രയുടെ ആവണിയിലും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, കുറച്ചുകൂടി അറിയാനും തുടങ്ങേണ്ടതുണ്ട്. നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാം. ചിന്തയുടെ ആവണിയും വസന്തവും നമുക്ക് ഒരുമിച്ച് വന്നാലോ, ഒരുമിച്ച് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം.